ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ ലേൺ ഈസി. നമ്മളിന്ന് 2024 സ്കീം S4 സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ KTU മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂൾ വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പാർട്ട് എ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് എ മീൻസ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അത് എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ 8 × 3 24 മാർക്സ് ആണ് ടോട്ടൽ വരുന്നത് പാർട്ട് എ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഓരോ മോഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഓരോ മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വെച്ചിട്ട് അങ്ങനെ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. 4 മോഡ്യൂൾസും കവർ ചെയ്ത് പാർട്ട് എ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. So check whether the following signal is periodic or not. If periodic, find the fundamental time period. അപ്പോൾ അത് ഫസ്റ്റ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് LT സിസ്റ്റത്തിൽ നിന്നാണ്. അത് 2 ക്വസ്റ്റ്യൻസ് മോഡൽ 1 എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ അത് കഴിഞ്ഞ് ഫൊറിയർ ട്രാൻസ്ഫോമും ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെയും ക്വസ്റ്റ്യൻസ് ആണ്. അത് സെക്കൻഡ് മോഡലിലെ ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ഫൊറിയർ സീരീസ് നമുക്കറിയാം, ഫൊറിയർ സീരീസ് മിക്സഡ് ട്രാൻസ്ഫോം ഒക്കെ തേർഡ് മോഡലിലെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ ലാസ്റ്റ് നമുക്ക് ഒരു ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനും HOFS ഇൻവേഴ്സ് കണ്ടുപിടിക്കാനും അതേപോലെ തന്നെ നമുക്ക് കോസൽ സ്റ്റേബിൾ ചെക്ക് ചെയ്യാനുള്ള 4th മോഡലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് 7, 8. അപ്പോൾ ഇതാണ് നമുക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് നമുക്ക് ആദ്യം പീരിയോഡിക് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചെക്ക് വെദർ ദ ഗിവൺ സിഗ്നൽ ഈസ് പീരിയോഡിക് ഓർ നോട്ട്. ഇഫ് പീരിയോഡിക്, ഫൈൻഡ് ദ ഫണ്ടമെന്റൽ പീരിയഡ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്ന ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു പീരിയോഡിക് സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്? A signal is said to be periodic if, അപ്പോൾ അത് കണ്ടിന്യൂസ് ടൈം ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, x of t is equal to x of t plus t. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് പീരിയോഡിക് സിഗ്നൽ ആണ്. അവിടെ അത് പീരിയോഡിക് ആണെങ്കിൽ നമ്മൾ അതിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നത് 2π/ω വെച്ചിട്ടാണ്. ഒമേഗ ആ ഒരു പീരിയോഡിക് സിഗ്നലിന്റെ ആംഗുലർ ഫ്രീക്വൻസി ആണ്. ദെൻ അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണെങ്കിലോ x of n is equal to x of n plus capital N. അവിടുത്തെ ഫണ്ടമെന്റൽ ടൈം പീരീഡ് നമ്മൾ n വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നത് 2π/ω × m ആണ്. ഇവിടെ നമുക്ക് 2 കമ്പോണൻസ് ഉണ്ട്, ഒരു സൈൻ കമ്പോണന്റ് ഒരു കോസ് കമ്പോണന്റും ഉണ്ട്. അപ്പൊ നമുക്ക് സൈൻ വേവ് എന്ന് പറയുന്ന ഒരു പീരിയോഡിക് സിഗ്നൽ ആണെന്ന് പറയുന്നത്, കോസ് വേവ് ഒരു പീരിയോഡിക് സിഗ്നൽ ആണ്. പക്ഷെ ഇത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇതിന്റെ സം അല്ലെങ്കിൽ ഈ 2 കമ്പോണൻസിന്റെയും കൂടെ സം പീരിയോഡിക് ആണ് എന്ന് അല്ലെങ്കിൽ പീരിയോഡിക് അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ x of n പീരിയോഡിക് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ പീരിയോഡിസിറ്റിയുടെ കണ്ടീഷൻ ഒക്കെ ഇവിടെ ഉണ്ട്. സോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആയതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുന്നതും ഡിസ്ക്രീറ്റ് ചെയ്യുന്നതും കുറച്ച് ഡിഫറെൻ്റ് ആണ്. നിങ്ങളത് ഓൾറെഡി വീഡിയോ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാനിവിടെ ആദ്യം x of n തന്നിട്ടുണ്ട്. ഞാനിവിടെ ഫസ്റ്റ് കമ്പോണന്റിൽ നിന്നും, അതായത് നമ്മുടെ x of n ഇതാണ്, സൈൻ 0.2πn പ്ലസ് കോസ് 0.3πn. സോ ആദ്യം ഞാൻ ഇവിടുന്ന് ആ ഒരു സൈൻ ഫംഗ്ഷനിൽ നിന്ന് ഞാൻ n1 കണ്ടുപിടിക്കും. n1 എന്താണ്? 2π/ω. ഒമേഗ എന്ന് പറയുന്നത് അവിടുത്തെ 0.2π ആണ്, ഇൻറ്റു m വരും. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് പയ്യും ക്യാൻസൽ ചെയ്യാം. സോ നമുക്കവിടെ 10m എന്നാണ്, 0.22 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 10m എന്ന് കിട്ടും. ഇതാണ് എനിക്ക് n1 കിട്ടുന്നത്. അപ്പൊ വാട്ട് ഈസ് m എന്നുള്ളത് നമുക്കറിയാം. m എന്താണ്? m ഈസ് ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ. m എന്ന് പറയുന്നത് ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് n1 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജർ കിട്ടണം. അപ്പൊ നമുക്ക് m ന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ n1ന്റെ വാല്യൂ 10 കിട്ടും. സോ ഫസ്റ്റ് പീരീഡ് കിട്ടി, n1 10 കിട്ടി. അടുത്ത ഞാൻ n2 കണ്ടുപിടിക്കും. n2 എന്ന് പറയുന്നത് എന്താണ്? 2π/ω. ഒമേഗ എന്ന് പറയുന്നത് 0.3π × m ആണ്. ഇവിടെ നമ്മൾ n2 എന്ന് പറയുന്നത് നമുക്ക് ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് പൈ ക്യാൻസൽ ചെയ്തിട്ട് 20/3 എന്ന് എഴുതാമല്ലോ. 20/3 m എന്ന് എഴുതാം. സോ ഇവിടെ നമുക്ക് m-ന് ലീസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഇൻറ്റിജർ 3 ആണ്. 1 കൊടുത്താൽ അത് ഇൻറ്റിജർ ആവത്തില്ല, n2 ഇൻറ്റിജർ ആവത്തില്ല, 2 കൊടുത്താലും ആവത്തില്ല. 3 കൊടുക്കുമ്പോഴാണ് n2 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ട്, ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ട് കിട്ടുന്നത്. സോ എനിക്ക് n1 കിട്ടി, n2 കിട്ടി. സോ നമ്മൾ
പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യുന്നത് n1/n2 ചെയ്ത് നോക്കണം. n1/n2 എന്ന് പറയുന്നത് 10/20 ആണ്. സോ 10/20 മീൻസ് 1/2. ദിസ് ഈസ് എ റാഷണൽ നമ്പർ. അപ്പൊ നമുക്ക് π/2 എന്നോ അല്ലെങ്കിൽ 1/√2 എന്നോ കിട്ടിക്കഴിഞ്ഞാൽ അത് റാഷണൽ അല്ല. സോ ഇതൊരു റാഷണൽ നമ്പർ ആയതുകൊണ്ട് എനിക്ക് പറയാം ഇത് എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് പീരിയോഡിക് ആണ്. സോ ഇങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത്. ഇത് പീരിയോഡിക് ആണെങ്കിൽ ഇതിന്റെ ടൈം പീരീഡ് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് എൻ കണ്ടുപിടിക്കാം, എക്സ് ഓഫ് എന്നിന്റെ ടൈം പീരീഡ്. നമുക്കത് 1-2 രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ n1/n2 1/2 ആണല്ലോ. സോ n ഈസ് ഈക്വൽ ടു n1/n2 ഈസ് ഈക്വൽ ടു 1/2 എന്ന് കൊടുക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n എന്താ കിട്ടുന്നത്? n ഈസ് ഈക്വൽ ടു 2n1 അല്ലെങ്കിൽ n2 എന്ന് കിട്ടും. ഓക്കെ, സോ വാട്ട് ഈസ് n1? n1 എന്ന് പറയുന്നത് 10 ആണ്, n2 എന്ന് പറയുന്നത് 20 ആണ്. സോ എങ്ങനെ ചെയ്താൽ നമുക്ക് 20 എന്ന് കിട്ടും. സോ എന്നും കിട്ടി. പീരിയോഡിക് ആണെങ്കിൽ അതിന്റെ പീരീഡും ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. സോ അത് 20 എന്ന് കിട്ടി. സോ ഇതല്ലെങ്കിൽ നമുക്ക് n കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. LCM എടുത്താലും മതി. LCM ഓഫ് n1, n2. സോ n1ന്റെ n2ന്റെയും കൂടെ LCM എടുത്താൽ മതി. 10ന്റെയും 20യും കൂടെ LCM ചെയ്ത് കഴിഞ്ഞാൽ അതും 20 ആണ് കിട്ടുന്നത്. അപ്പോൾ ഓർ ഇട്ടിട്ട് ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഫസ്റ്റ് പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ നിന്ന് പീരിയോഡിക്, അപീരിയോഡിക് അല്ലെങ്കിൽ സിഗ്നൽ ഓപ്പറേഷൻസ് ഇതൊക്കെ ചോദിക്കാവുന്നതാണ്. സിഗ്നൽ ഓപ്പറേഷൻസ്, ബേസിക് ആയിട്ടുള്ള സിഗ്നൽ ഓപ്പറേഷൻസ് ചോദിക്കാം. അതല്ലെങ്കിൽ എനർജി പവർ ചോദിക്കാം. ഇതൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ഫസ്റ്റ് മോഡ്യൂളിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ എലമെന്ററി സിഗ്നൽസിനെ കുറിച്ച് ചോദിക്കാം. എലമെന്ററി സിഗ്നൽസ്, എനർജി, നമ്മുടെ U(t), R(t), L(t), ഇതൊക്കെ നമുക്ക് തിയറി ആയിട്ടൊക്കെ ചോദിക്കാവുന്ന ഒരു മോഡ്യൂളാണ് ഫസ്റ്റ് മോഡ്യൂളിൽ. സോ അതിന്റെ പാർട്ട് ക്വസ്റ്റ്യൻസ് ആ രീതിയിൽ കൂടെ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള LTI സിസ്റ്റം, നമ്മൾ കൺവല്യൂഷൻ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് ഇതിനകത്ത്. സോ ഒരു LTI സിസ്റ്റം, ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിന്റെ h(t) തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കോസൽ, സ്റ്റേബിൾ, മെമ്മറി ആണോ അല്ലയോ എന്നൊക്കെയുള്ള ആ ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യാനാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇതൊരു LTI സിസ്റ്റം ആയതുകൊണ്ട് കോസാലിറ്റി, സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ നമുക്ക് കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് h(t) തന്നിട്ടുണ്ട്. h(t) is equal to e raised to minus t u of t plus 1 minus u of t minus 1. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന h(t). ഇപ്പൊ ഇവിടെ നമ്മൾ tക്ക് <0 വാല്യൂസ് ഇട്ട് കൊടുക്കുവാണ്. t<0 മീൻസ് t is equal to ഞാൻ -1 കൊടുക്കുവാണ്. അപ്പൊ എനിക്ക് h of -1 എന്ന് പറയുന്നത് e raised to -1 into -1 raised to +1 ആവും into u of -1 plus 1 u of 0, then u of -1 minus 1 u of -2. അപ്പൊ നമുക്ക് ഇങ്ങനെ വാല്യൂസ് കിട്ടും. ഓക്കെ, സോ നമുക്ക് t<0 കൊടുക്കുമ്പോൾ എനിക്കിത് h(t)യുടെ വാല്യൂ 0 കിട്ടണം. പക്ഷെ ഇവിടെ എനിക്ക് 0 കിട്ടത്തില്ല. അപ്പൊ ഇവിടെ 1 മൈനസ് u of -2 എന്ന് പറയുന്നത് 0 ആണ്. സോ e raised to 1 into 1 minus 0. അപ്പൊ എനിക്ക് e raised to 1 എന്നാണ് കിട്ടുന്നത്. സോ ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ എനിക്ക് t<0 കണ്ടീഷനിൽ ഈ സിസ്റ്റം കോസൽ ആവുന്നില്ല. ഓക്കെ, ഇപ്പൊ ഇത് ഇസ് നോട്ട് കോസൽ. ഇതൊരു കോസൽ സിസ്റ്റം അല്ല. ദിസ് സിസ്റ്റം ഈസ് നോട്ട് കോസൽ സിസ്റ്റം. ഇതൊരു കോസൽ സിസ്റ്റം അല്ല. കാരണം കോസാലിറ്റിയുടെ കണ്ടീഷൻ പറയുന്നത് എന്താണ്? കോസൽ കണ്ടീഷൻ പറയുന്നത് LTI സിസ്റ്റത്തിന്റെ കേസിൽ h(t) 0 ആയിരിക്കണം t<0. അപ്പൊ അങ്ങനെ വേണം നമുക്ക് ഇത് ചെയ്യാൻ. സോ ഇവിടെ നമുക്ക് t<0 വാല്യൂ കൊടുക്കുമ്പോൾ നമുക്കിത് 0 കിട്ടുന്നില്ല. സോ അതുകൊണ്ട് ദിസ് ഇസ് നോട്ട് എ കോസൽ സിസ്റ്റം. സോ ദെൻ അതേപോലെ തന്നെ നമ്മൾ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റെബിലിറ്റിയുടെ കണ്ടീഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കണം. ഇന്റഗ്രൽ, അപ്പൊ ഇതൊരു പാർട്ടാണ്. സോ അടുത്തത് ഞാൻ ചെയ്യാം. അടുത്ത നമ്മൾ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ പോവാണ്. സോ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഇതാണ് കണ്ടീഷൻ. ഇന്റഗ്രൽ -∞ to ∞ mod of h(t) dt. ഇത് ചെയ്യുമ്പോൾ നമുക്ക് <∞ കിട്ടണം. ഇവിടെ നമുക്ക് ഉള്ള വാല്യൂ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഈക്വൽ ടു ഇന്റഗ്രൽ -∞ to ∞ e raised to -t into u of t plus 1
മൈനസ് യു ഓഫ് ടി മൈനസ് വൺ ആണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ യു ഓഫ് ടി പ്ലസ് വൺ ഒന്ന് വരച്ചു നോക്കുവാണെങ്കിൽ യു ഓഫ് ടി പ്ലസ് വൺ എന്ന് പറയുന്നത് മൈനസ് വണ്ണിൽ നിന്നും ഇങ്ങോട്ട് പോകുന്നൊരു സിഗ്നലാണ്. യു ഓഫ് ടി മൈനസ് വൺ എന്ന് പറയുന്നത് അതാണ് ഇങ്ങനെ പോകുന്നൊരു സിഗ്നലാണ്. അപ്പോൾ ഇത് യു ഓഫ് ടി പ്ലസ് വൺ, ഇത് യു ഓഫ് ടി മൈനസ് വൺ. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് കാരണം ഇങ്ങനെ ഒരു സിഗ്നലാണ്. ഇവിടം തൊട്ട് ഇവിടം വരെ നിൽക്കുന്ന ഒരു സിഗ്നൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് സബ്ട്രാക്ട് ചെയ്താൽ. മൈനസ് വൺ തൊട്ട് വൺ വരെ അതിൻ്റെ വാല്യൂ വൺ ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ യു ഓഫ് ടി പ്ലസ് വൺ മൈനസ് യു ഓഫ് ടി മൈനസ് വൺ എന്ന് പറയുന്ന സിഗ്നൽ. സോ നമുക്കിവിടെ ഈ മോഡുലസ് എടുക്കുമ്പോൾ ഈ യു ഫംഗ്ഷൻ നമ്മൾ കിട്ടി, ഇങ്ങനെയാണ് വരുന്നത്, മൈനസ് വൺ ടു വൺ ആണ്. അതിന് എനിക്ക് വൺ കൊടുക്കാം. ഇതിന് വണ്ണ് കൊടുത്തോണ്ട് ലിമിറ്റ് എന്താക്കണം, മൈനസ് വൺ ടു വൺ മോഡുലസ് ഓഫ് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു വൺ ഇങ്ങനെ വരും. ഇത് സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് ടി ബൈ ഇത്രയും ഡി ടി ആണ്. സോ ഇ റേസ് ടു മൈനസ് ടി ബൈ മൈനസ് വൺ, ലിമിറ്റ് മൈനസ് വൺ ടു വൺ. സോ എനിക്കിത് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് വൺ മൈനസ് ഇ റേസ് ടു പ്ലസ് വൺ ബൈ മൈനസ് വൺ ഇങ്ങനെ കിട്ടും. സോ ഇത് നമുക്ക് അറിയാം, ദിസ് ഇസ് എ സ്റ്റേബിൾ ഫംഗ്ഷൻ. ഇതിന് നമുക്ക് ഒരു നോൺ വാല്യൂ ആണ്. സോ ദിസ് ഇസ് സ്റ്റേബിൾ. ദിസ് ഇസ് ഓൾവേസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഒരിക്കലും ഇത് ഇൻഫിനിറ്റി കിട്ടുന്നില്ല. സോ ദിസ് ഇസ് എ സ്റ്റേബിൾ സിസ്റ്റം എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ അതുപോലെ തന്നെ മെമ്മറി ലെസ് ആണോ മെമ്മറി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് അടുത്ത ചോദിച്ചിരിക്കുന്നത്. സോ അടുത്ത ചോദ്യം അതിൻ്റെ കൂടെ തന്നെ പോസ്റ്റൽ അല്ല, സ്റ്റേബിൾ ആണ്. മെമ്മറി ലെസ് ആണോ, മെമ്മറി ഉണ്ടോ മെമ്മറി ഇല്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഇതിന് മെമ്മറി ഉള്ള സിസ്റ്റം തന്നെയാണ്. കാരണം ഇതിന് മെമ്മറി ഉണ്ടെന്ന് പറയാൻ കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുവാണെങ്കിൽ ഇതാണ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ പാസ്റ്റ് ഓർ ഫ്യൂച്ചർ വാല്യൂ. സോ അല്ലെങ്കിൽ അവിടെ ഔട്ട്പുട്ട് എന്ന് വേണ്ട, നമുക്ക് എച്ച് ഓഫ് ടി തന്നെ പറയാം. എച്ച് ഓഫ് ടി ഡിപ്പെൻഡ്സ് ഓൺ പാസ്റ്റ് ഓർ ഫ്യൂച്ചർ വാല്യൂ. സോ ഇറ്റ് ഈസ് മെമ്മറി ഉള്ള സിസ്റ്റമാണ് അല്ലെങ്കിൽ ഡൈനാമിക് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എച്ച് ഓഫ് മൈനസ് വൺ മൈനസ് വൺ കൊടുത്തപ്പം നമ്മുടെ ഫംഗ്ഷൻ ഇറേസ് ടു വൺ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ല ഇറേസ് ടു വൺ അല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു മെമ്മറി ഉള്ള സിസ്റ്റമാണ്. ഓക്കെ, സോ അത് പ്രസന്റോ അല്ലെങ്കിൽ പാസ്റ്റ് വാല്യൂസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, സ്റ്റാറ്റിക് അല്ല. കൊടുക്കുന്ന വാല്യൂ അതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യും, അങ്ങനെ ഒരു ഫംഗ്ഷൻ അല്ല. സോ ഇറ്റ് ഇസ് എ മെമ്മറി സിസ്റ്റം ആണ്. ദെൻ അടുത്ത ചോദ്യം നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുള്ളതാണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ കൺവല്യൂഷൻ പ്രോപ്പർട്ടി ഓഫ്. പ്രൂഫ് ഞാൻ പറയുന്നില്ല, ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഇഫ് എക്സ് ഓഫ് ടി ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ ദെൻ ആൻഡ് എച്ച് ഓഫ് ടി സെക്കൻഡ് മോഡുലർ ക്വസ്റ്റ്യൻ ആണ്. എച്ച് ഓഫ് ഒമേഗ ദെൻ എക്സ് ഓഫ് ടി കൺവല്യൂട്ടഡ് വിത്ത് എച്ച് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു എച്ച് ഓഫ് ഒമേഗയാണ്. അപ്പൊ സെക്കൻഡ് മോഡ്യൂളിൽ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രൂഫായിട്ട് ചോദിച്ചിരിക്കും. അത് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ പ്രൂഫാണ് പറയുന്നത്, ലാപ്ലാസിന്റെ പ്രൂഫ് പറയുന്നില്ല. സോ ഫോറിയർ ട്രാൻസ്ഫോം മസ്റ്റ് ആയിട്ടും പ്രോപ്പർട്ടീസും സ്റ്റേറ്റ്മെന്റും ഏതെങ്കിലും ഒരെണ്ണം 3 മാർക്ക് ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അത് പഠിക്കണം. സോ ഇതാണ് പ്രോപ്പർട്ടി, അതിന്റെ പ്രൂഫ് കൂടെ ചെയ്യുക. എളുപ്പമാണ്. ഡയറക്റ്റ് ഇന്റഗ്രേഷനെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്, അത് റെഫർ ചെയ്താൽ മതി. ദെൻ അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ്. അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ആൻഡ് ROC എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യുമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കിവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ അതിന് ഇക്വേഷൻ എഴുതുകയാണ്. ഇവിടെ പ്രോപ്പർട്ടി ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഞാൻ ഇക്വേഷൻ എഴുതി. ഇവിടെ 2 ടേം ഉണ്ടായതുകൊണ്ട് നമുക്ക് 2 ഇന്റഗ്രേഷൻ വേണ്ടി വരും. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ആദ്യത്തത് ഇ റേസ് ടു 3t യു ഓഫ് മൈനസ് ടി
പ്ലസ് ഇ റേസ് ടു മൈനസ് 2t യു ഓഫ് ടി മൊത്തത്തിൽ ഇ റേസ് ടു മൈനസ് എസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. കാരണം എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം. സോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു 3t ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി യു ഓഫ് മൈനസ് ടി ഫസ്റ്റ് ടേം പ്ലസ് 3dt പ്ലസ് അടുത്തത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് 2t ഇൻറ്റു യു ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. അപ്പോൾ ഇങ്ങനെ രണ്ട് ഫംഗ്ഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. യു ഓഫ് മൈനസ് ടി നമ്മൾ വരച്ച് നോക്കുമ്പോൾ അറിയാം യു ഓഫ് മൈനസ് ടി എന്ന് പറയാം. യു ഫംഗ്ഷൻസ് എല്ലാം 1 ആണ് മാഗ്നിറ്റ്യൂഡ്, പക്ഷെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു 0 ആണ്. അപ്പോൾ ഇവിടെ ലിമിറ്റ് കൊടുക്കേണ്ടത് മൈനസ് ഇൻഫിനിറ്റി ടു 0, യു ഫംഗ്ഷന് 1 കൊടുക്കുക. ബാക്കി എന്തുണ്ട്? ഇ റേസ് ടു 3t ടു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ജസ്റ്റ് ലിമിറ്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ വരുമ്പോൾ നമ്മൾ യു ഓഫ് ടിക്ക് 1 കൊടുക്കും. ലിമിറ്റ് എന്താണ്? 0 ടു ഇൻഫിനിറ്റി ആണ്. കാരണം യു ഓഫ് ടി വരയ്ക്കുമ്പോൾ 0 ടു ഇൻഫിനിറ്റിയിലാണ് വരുന്നത്. സോ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് 2t ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ദെൻ അടുത്തത് വീണ്ടും നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. അതിനടുത്ത് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. സോ ഇതിനെ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 യു റേസ് ടു ഇവിടെ നിന്ന് ഞാനൊരു മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ എസ് മൈനസ് 3 ഇൻറ്റു ടി ഡി ടി എന്ന് എഴുതാം. പ്ലസ് ഇവിടെ നിന്ന് 0 ടു ഇൻഫിനിറ്റി ഇവിടെ നിന്ന് ഞാനൊരു മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ എനിക്കിതിനെ എസ് പ്ലസ് 2 ഇൻറ്റു ടി ഡി ടി എന്ന് എഴുതാം. ദെൻ ഇവിടെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുവാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സ് തന്നെയാണ് ഇന്റഗ്രേഷൻ. പിന്നെ ആ ഒരു ഇന്നർ ഫംഗ്ഷൻ അത് ഡിനോമിനേറ്ററിൽ വരും അല്ലെ. ഇ റേസ് ടു 2x ആണെങ്കിൽ ഇ റേസ് ടു 2x ബൈ 2 വരത്തില്ലേ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആ ഇന്നർ ഫംഗ്ഷൻ മൈനസ് ഓഫ് എസ് മൈനസ് 3 കൂടെ വരും. ലിമിറ്റ് കൊടുക്കണം മൈനസ് ഇൻഫിനിറ്റി ടു 0 പ്ലസ് അടുത്തത് ഇ റേസ് ടു മൈനസ് ഓഫ് എസ് പ്ലസ് 2 ഇൻറ്റു ടി ബൈ മൈനസ് ഓഫ് എസ് പ്ലസ് 2 ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി. ദെൻ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ലിമിറ്റ് അപ്ലൈ ആണ്. ഇ റേസ് ടു 0 ടിക്ക് 0 കൊടുക്കുമ്പോൾ ഇ റേസ് ടു 0 വരും. നെക്സ്റ്റ് ലിമിറ്റ് കൊടുക്കുമ്പോൾ അത് അതുപോലെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ROC കണ്ടുപിടിക്കാൻ അത് ആവശ്യമാണ്. സോ ഞാൻ ആ ലിമിറ്റ് അതുപോലെ കൊടുക്കുവാണ്. ടിക്ക് മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇവിടുത്തെ മൈനസ് കൂടെ അത് പ്ലസ് ആവും. സോ എസ് മൈനസ് 3 ഇൻറ്റു പ്ലസ് ഇൻഫിനിറ്റി ഞാനത് അങ്ങനെ തന്നെ എഴുതുവാണ്. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി കൊടുത്തപ്പോൾ ആ മൈനസ് ഈ മൈനസ് കൂടെ പ്ലസ് ഇൻഫിനിറ്റി ആയി ബൈ മൈനസ് ഓഫ് എസ് മൈനസ് 3 പ്ലസ് അടുത്തത് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ടിക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു 0 ബൈ മൈനസ് ഓഫ് എസ് പ്ലസ് 2. സോറി ടിക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഉള്ളത് നമുക്ക് അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ വാല്യൂ കൊടുക്കാം മൈനസ് ഓഫ് എസ് പ്ലസ് 2 ഇൻറ്റു ഇൻഫിനിറ്റി. ദെൻ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ROC കണ്ടുപിടിക്കുന്നത്. ഇത് മനസ്സിലാക്കണം. ഇ റേസ് ടു 0 1 ആണ് മൈനസ് ഈ വാല്യൂ ഒരിക്കലും ഇൻഫിനിറ്റി ഇ റേസ് ടു ഇൻഫിനിറ്റി ആണ്. പക്ഷെ നമ്മൾ ഇതിന് ഇൻഫിനിറ്റി എഴുതി കഴിഞ്ഞാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇൻഫിനിറ്റി ആയി പോകും. സോ അങ്ങനെ ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ആവത്തില്ല. സോ ഇതിനെ നമുക്ക് എഴുതാൻ പറ്റുന്ന എത്രയാണ്? ഇതിനെ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് എഴുതാം. ഇത് മൈനസ് ഇൻഫിനിറ്റി ആവണമെങ്കിൽ നമ്മുടെ എസ് മൈനസ് 3 ഒരു നെഗറ്റീവ് ടേം ആയിരിക്കണം. ഇത് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ നമുക്ക് ഇതിനെ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് എഴുതാം. ഇതൊരു നെഗറ്റീവ് ടേം ആണ്. സോ അതുകൊണ്ട് ഞാൻ ഇതിനെ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് എഴുതി അതിനെ 0 എന്ന് കൊടുത്തു. അവിടെ ഞാൻ ഇവിടെ എന്റെ ROCയുടെ കണ്ടീഷൻ എഴുതി എസ് മൈനസ് 3 ഈസ് നെഗറ്റീവ്. അത് നെഗറ്റീവ് ആണെങ്കിൽ അത് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ആവുള്ളൂ. സോ ബൈ മൈനസ് ഓഫ് എസ് മൈനസ് 3. അപ്പൊ അതവിടെ മനസ്സിലാക്കണം. ഇവിടെയാണ് ROCയുടെ കൺസെപ്റ്റ് വരുന്നത്. പ്ലസ് അടുത്തത് ഇവിടെ നമുക്ക് കുഴപ്പമില്ല. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണ്. സോ അത് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 മൈനസ് 1 ബൈ മൈനസ് ഓഫ് എസ് പ്ലസ് 2. അപ്പൊ ഇവിടെ സെക്കൻഡ് ROC കണ്ടീഷൻ എഴുതണം. ഇവിടെ ഞാൻ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിയിൽ എഴുതണമെങ്കിൽ എസ് പ്ലസ് 2 പോസിറ്റീവ് ആയിരിക്കണം. സോ സെക്കൻഡ് കണ്ടീഷൻ അവിടെ എഴുതേണ്ടത് എസ് പ്ലസ് 2 ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ഇവിടെ നമുക്ക് എസ് ലെസ് ദാൻ 3 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് എസ് ഗ്രേറ്റർ ദാൻ -2 എന്ന് എഴുതാം. ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ സിഗ്മ പ്ലസ് ജെ ഒമേഗയാണ്. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ജെ കമ്പോണന്റ് ഇല്ല. സോ എനിക്ക് എഴുതാം സിഗ്മ ലെസ് ദാൻ 3. ഇവിടുന്ന് അതേപോലെ സിഗ്മ ഗ്രേറ്റർ ദാൻ -2 എന്ന് എഴുതാം. ഓക്കെ. സോ നമുക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ROCയിലോട്ട് വരാം. സോ എനിക്ക് ഇവിടുന്ന് നമ്മുടെ ആൻസർ കിട്ടി. എന്താണ് നമ്മുടെ ആൻസർ?
-1/s-3 പ്ലസ് അടുത്തത് മൈനസ് മൈനസ് പ്ലസ് ആയി 1/s+2. ഇതിനെ വേണമെങ്കിൽ ഒന്നുകൂടെ സോൾവ് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ നിർത്താം. ഇവിടുന്ന് ROC കണ്ടുപിടിക്കാൻ പോവാണ്. ROC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ROC വാല്യൂസ് ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. സിഗ്മ റേഞ്ച് ഓഫ് സിഗ്മ വാല്യൂസ് ആണ് ROC, അത് മനസ്സിലാക്കണം. സോ ഇവിടെ നമുക്ക് രണ്ട് പോൾസ് ഉണ്ട് അല്ലെ. ഡിനോമിനേറ്റർ =0 ആണ് പോൾ. s-3 എന്ന് പറഞ്ഞാൽ 3 ആണ് ഒരു പോള്. s=-2 അടുത്ത പോള്. സോ എനിക്ക് രണ്ട് പോൾസ് ഉണ്ട്, ഒന്ന് -2-ലും ഒന്ന് 3-ലും. നമ്മുടെ ROCയുടെ കണ്ടീഷൻ തന്നിരിക്കുന്നത് σ<3. σ<3 എന്ന് പറഞ്ഞാൽ ഈ 3ക്ക് പുറന്നോട്ടുള്ള ഏരിയ ആണ്, അതിങ്ങനെ പാരലൽ ലൈൻസ് ആയിട്ട് വരയ്ക്കും. ദെൻ അടുത്തത് σ > -2, അപ്പൊ അത് വരയ്ക്കേണ്ടത് കണ്ട് ഇങ്ങനെയാണ്. അപ്പൊ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള റീജിയൻ ആണ്. ഇവിടെ രണ്ട് കമ്പോണൻസ് വരുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് അത് ഏതാണ്? -2 to 3 ആണ്. -2 to 3. ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ ROC എന്ന് പറയുന്നത് -2 < σ < 3 ഇതാണ് നമ്മുടെ ROC. അത് വരച്ച് കാണിക്കണം, അത് മാത്രം വരച്ച് കാണിക്കുക. jω കോമൺ പോർഷൻ ആണ് സിഗ്മ. അപ്പൊ -2 വരയ്ക്കണം, 3 വരയ്ക്കണം. അവിടെ നിന്ന് ഇങ്ങനെ പാരലൽ സ്ട്രിക്റ്റ് ലൈൻസ് വരയ്ക്കണം. -2 മുതൽ 3 വരെ പാരലൽ ആയിട്ടുള്ള സ്ട്രിക്റ്റ് ലൈൻസ് വരച്ച് നമ്മുടെ ROC കാണിക്കണം. ഇതാണ് സിഗ്മ പ്ലസ് jω, ഇതാണ് ROC. ഇങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ അപ്പോൾ ROCയുടെ ലാപ്ലാസിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഉറപ്പായിട്ടും ഒരു ഏർപ്പാട് ക്വസ്റ്റ്യൻ അതായിരിക്കും. നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ട് ഫോറിയർ സീരീസ് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനാണ്. തേർഡ് മോഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യമുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. x of n തന്നിട്ടുണ്ട്. സോ x of n is equal to, ഇതും ഷുവർ ക്വസ്റ്റ്യൻ ആണ്, 100% ചോദിക്കാവുന്ന ആ മോഡ്യൂളിൽ നിന്ന് ചാൻസ് ഉള്ള ഒരു പാർട്ട് എ ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് എയിലോ അല്ലെങ്കിൽ പാർട്ട് ബിയിലോ അത് ഉറപ്പായിട്ട് ചോദിക്കും. പാർട്ട് ഐ പഠിക്കണം. സോ ഇവിടെ നമുക്ക് അറിയാം ഫോറിയർ സീരീസ് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് സൈൻ തീറ്റ കോസ് തീറ്റ ഒരു ഫോമിൽ അങ്ങ് എക്സ്പാൻഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ e⁻j⁻θ പ്ലസ് e⁻−j⁻θ e⁻j⁻θ മൈനസ് e⁻−j⁻θ ബൈ 2j. പ്ലസ് അല്ല മൈനസ് ആണ്. സോ e⁻j⁻θ മൈനസ് e⁻−j⁻θ ബൈ 2j പ്ലസ് കോസ് തീറ്റ ആണത് e⁻j⁻θ പ്ലസ് e⁻−j⁻θ ബൈ 2. ഇവിടെ 2j, ഇവിടെ 2 ആണ് ഇടയ്ക്ക്, മൈനസ് ഇപ്പുറത്ത് പ്ലസും ആണ് കോസിന്. ഇതിനെ വീണ്ടും ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. 1 പ്ലസ് കോഎഫിഷ്യന്റ് ടേംസിൽ എഴുതുവാണ് 1/2j e⁻j⁻5. ദെൻ ഇവിടെ n ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ജസ്റ്റ് ഒരു n മിസ്സിംഗ് ആണ്, കാരണം അല്ലാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവർക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഒരു n ഉണ്ട് കേട്ടോ, n കൂടെ ഉണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഭാഗമാണെങ്കിൽ അതിന് എന്തായാലും മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് n ഇല്ല. സോ അതുകൊണ്ട് e⁻j ഞാൻ അങ്ങനെ n ഇട്ട് കൊടുത്ത് ചെയ്യുവാണേ. സോ ഇവിടെ താഴെയാണ്. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? e⁻j⁵/5 cos π/5. ഇവിടെ ഒരു n കൂടെ എക്സ്ട്രാ വരും. j⁻θ എന്ന് പറയുമ്പോൾ അതോട് വരുമല്ലേ. സോ π/5 മൈനസ് 1/2j e⁻j⁻5 പ്ലസ് അടുത്തത് 1/2 e⁻j⁻5 പ്ലസ് 1/2 e⁻−j⁻5. ദെൻ ഇനി ഈ ഓരോ കോഎഫിഷ്യൻസും എന്ത് കോഎഫിഷ്യന്റ് ആണെന്നുള്ളത് നമ്മൾ മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്കുള്ള ആൻസർ ആവും. ഓരോ കോഎഫിഷ്യൻസും അതിനകത്തുള്ളത് എന്തിന്റെ ആണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുക. അതിന് നമ്മുടെ നോർമൽ ഇക്വേഷൻ. അപ്പൊ ഇവിടെ ഇതിപ്പോ രണ്ട് π/5 കമ്പോണന്റ് ഒമേഗ ആയതുകൊണ്ട് കുഴപ്പമില്ല. ചില സമയത്ത് π/3 π/5 എന്നൊക്കെ പറഞ്ഞ് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒമേഗ വരും. ആ സമയത്തൊക്കെ നമ്മൾ അതിന്റെ പീരീഡ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ആ ഒരു പീരീഡ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഈ പ്രോബ്ലത്തിനകത്ത് ആ പ്രശ്നമില്ല. ഇവിടെ നമ്മുടെ പീരീഡ് π/5, നമുക്ക് ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് π/5 ആയിട്ട് തന്നെ എടുക്കാം.
സോ ഇവിടെ നമുക്ക് ആദ്യം ഞാൻ അത് എന്തായാലും നമുക്ക് അതൊന്ന് ചെയ്തു പോവാം. ω1 എന്ന് പറയുന്നത് 5/5 ആണ്. സോ എനിക്ക് n1 കണ്ടുപിടിക്കാം. n1 എന്താണ്? 2π/5/5 ഇൻറ്റു m. സോ 10m എന്ന് കിട്ടും. അപ്പൊ n1ന്റെ വാല്യൂ 10 എന്ന് കിട്ടും. n1 കൊടുക്കുമ്പോൾ സിമിലർലി ഞാൻ n2 കണ്ടുപിടിക്കുവാണ്. n2 എന്ന് പറയുന്നത് ω2 വെച്ചിട്ട് 2π/5/5. അവിടെ ω2 π/5 ആണ്. ഇൻറ്റു m വരും. അഗെയിൻ 10m ആണ് വരുന്നത്. സോ n2 ഈസ് ഓൾസോ 10. അപ്പൊ ഇവിടെ രണ്ടും സെയിം ഒമേഗ ആയതുകൊണ്ടാണ്. സോ ഇവിടെ നമ്മൾ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ്. ചിലപ്പോൾ 5/5 5/3 ഒക്കെ വരും. അപ്പൊ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. സോ 10/10 എന്ന് വെച്ചാൽ 1 അല്ലേ. സോ ഇതാണ് നമ്മുടെ പീരീഡ്. സോ n ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? n1/n2 ഈസ് ഈക്വൽ ടു, സോ n1 ഈക്വൽ ടു n2 എന്ന് കിട്ടും. n അതായത് 10 എന്ന് തന്നെ കിട്ടും. n 10 ആണെങ്കിൽ നമ്മൾ ഒമേഗ കണ്ടുപിടിക്കണം. ഒമേഗ എത്ര? 2π/n ഇൻറ്റു n എന്ന് കൊടുത്താൽ 2π/n തന്നെ. സോ 2π/n എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/n ആണ്. സോ ഒമേഗയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, എന്നിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2π/10 എന്ന് വരും. ദാറ്റ് ഈസ് 5/5 തന്നെ. സോ ഇവിടെ നമുക്ക് വ്യത്യാസമൊന്നുമില്ല, നമ്മുടെ ഒമേഗ 5/4 തന്നെയാണ്. സോ ഇത് ഇക്വേഷൻ ഇന്നു. കമ്പയർ ദിസ് ഇക്വേഷൻ വിത്ത്, ഇത് ഞാൻ ജസ്റ്റ് കണ്ടുപിടിച്ചേക്കുവാണ്. നമ്മൾ വേറെ പ്രോബ്ലം വന്നാൽ ഈ രീതിയിൽ തന്നെ നമ്മുടെ സിഗ്നലിന്റെ ഒമേഗ കണ്ടുപിടിക്കണം. കാരണം എപ്പോഴും 5/5 5/5 തരണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒക്കെ വാല്യൂസ് നമുക്ക് തരാം. അപ്പൊ നമ്മൾ തന്നെ അതിന്റെ കണ്ടുപിടിക്കണം. ആ ഒരു എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഇതാണ് നമ്മളിവിടെ ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ 1 നിന്ന് നമ്മുടെ ജനറൽ ഇക്വേഷൻ ഉണ്ടല്ലോ, കമ്പയറിംഗ് വിത്ത് ജനറൽ DTFS ഇക്വേഷൻ. അപ്പോൾ DTFS ഇക്വേഷൻ അറിഞ്ഞില്ലെങ്കിലും കമ്പയർ ചെയ്യണം. പക്ഷെ അവിടെ മാർക്ക് കിട്ടണമെങ്കിൽ ആ ഇക്വേഷൻ ഇവിടെ എഴുതണം. ഇക്വേഷൻ ഇതാണ്: x of n is equal to summation xk e raised to jk omega naught n. k varies over the period n. അപ്പൊ നമ്മളിവിടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഒമേഗ നോട്ട് നമുക്കറിയാം 5/5 ആണ്. സോ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്ത് എഴുതുമ്പോ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഫസ്റ്റ് കോഎഫിഷ്യന്റ് ഏതാണ്? കെക്ക് 0 കൊടുക്കുമ്പോൾ x0 1 എന്ന് പറയുന്നത് കെക്ക് 0 കൊടുക്കുമ്പോൾ കോഎഫിഷ്യന്റ് ആണ്. x0 എന്ന് പറയുമ്പോൾ e raised to 0 1. സോ എനിക്ക് x0 കിട്ടി 1 ആണ്. ദെൻ അടുത്തത് ഞാൻ ഇത് നോക്കി 1/2 ഏത് കോഎഫിഷ്യന്റ് എന്നാണ്? കെക്ക് 1 കൊടുത്തേ. കെക്ക് 1 കൊടുക്കുമ്പോൾ e raised to j 1 ഒമേഗ നോട്ട് 5/5 e raised to j 1 ഒമേഗ നോട്ട്. അപ്പൊ ഇത് x1 എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ആണ്. x1 1/2j. സോ മറ്റേത് x of -1 ആയിരിക്കുമല്ലോ. -1/2j എന്ന് പറയുന്നത് x of -1 ആയിരിക്കും അടുത്ത കോഎഫിഷ്യന്റ്. കണ്ടോ, ഇവിടെ കെക്ക് -1 കൊടുക്കുമ്പോൾ -j ഒമേഗ നോട്ട് jk ഒമേഗ നോട്ട്. jk എന്ന് പറയുമ്പോൾ k -1 ഒമേഗ നോട്ട് 5/5 ഇൻറ്റു a. അടുത്തത് ഇത് നോക്കി, e raised to j ഇത് രണ്ട് സെയിം ടേം ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഗ്രൂപ്പ് ചെയ്ത് എഴുതാം കേട്ടോ. സോ ഇവിടെ നമുക്ക് രണ്ട് സെയിം ടേം വരുന്നത് കൊണ്ട് നമുക്ക് 1 പ്ലസ് അടുത്ത ടേം 1/2j പ്ലസ് 1/2 ഇൻറ്റു e raised to j 5/5n അങ്ങനെ എഴുതാം. അപ്പൊ നമുക്ക് രണ്ട് ടേംസ് ഒരുമിച്ച് എണ്ണം രണ്ട് ഈക്വൽ ടേംസ് ആണ്. സോ അടുത്തത് 1/2 പ്ലസ് 1/2 മൈനസ് 1/2j ഇൻറ്റു e raised to -j 5/5n. അപ്പൊ എനിക്ക് രണ്ട് വാല്യൂസേ വരുത്തുള്ളൂ. ഒന്ന് x1 അടുത്തത് x of -1. കോഎഫിഷ്യന്റ് 1/2j പ്ലസ് 1/2 വരും. x1 1/2j പ്ലസ് 1/2. then x of -1 എന്ന് പറയുന്നത് 1/2 മൈനസ് 1/2. കമ്പയർ ചെയ്താൽ മതി, ജനറൽ ഇക്വേഷനുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ മതി. സോ കമ്പയറിംഗ്
വിത്ത് ജനറൽ ഇക്വേഷൻ നമുക്ക് ഇത്രയും കോഎഫിഷ്യന്റ് കിട്ടും. അപ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഈ രീതിയിൽ വേണം ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് അടുത്തത് നമുക്ക് എന്താണ് 3 മാർക്കിന്റെ ആണെങ്കിലും ഇച്ചിരി വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഞാൻ ഈ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ HOFT കണ്ടുപിടിക്കണം. ലാപ്ലാസിന്റെ ഇൻവേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ HOFSനെ നമ്മൾ ഇവിടുന്ന് ഫാക്ടറൈസ് ചെയ്യാൻ പോകണം. S+3 ബൈ ഇത് S+1 ഇൻറ്റു S+2 എന്ന് എഴുതാം. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു A ബൈ S+1 പ്ലസ് B ബൈ S+2. എന്നിട്ട് ഞാൻ A കണ്ടുപിടിക്കുകയാണ്. A എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ S+1 ഇൻറ്റു ദ ഹോൾ ഫംഗ്ഷൻ S+3 ബൈ S+1 ഇൻറ്റു S+2 അറ്റ് S is equal to -1. S+1 equal to 0 എന്ന് വെച്ചാൽ S is equal to -1. ഇത് വിധം കട്ട് ചെയ്ത് കളയാം. എസിന് -1 കൊടുക്കുമ്പോൾ 2, ഇവിടെ -1 + 2 എന്ന് വെച്ചാൽ 1, അതായത് 2 എന്ന് വരും. അതേപോലെ ബി കണ്ടുപിടിക്കുക. ബി എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ, അതിന്റെ ഡിനോമിനേറ്റർ S+2 ആണ്. S+2 ഇൻറ്റു ദ ഹോൾ ഫംഗ്ഷൻ S+3 ബൈ S+1 ഇൻറ്റു S+2 അറ്റ് S is equal to -2. അപ്പൊ നമുക്ക് S+2 ക്യാൻസൽ ചെയ്യാം. എസിന് -2 കൊടുക്കുമ്പോൾ 1 വരും, ഇവിടെ -2 കൊടുക്കുമ്പോൾ -1 വരും. ആൻസർ -1. സോ എയും ബിയും കിട്ടി. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ HOFS is equal to HOFSന്റെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എയുടെ വാല്യൂ 2 ആണ്, 2 ബൈ S+1 പ്ലസ് ബിയുടെ വാല്യൂ -1 ബൈ S+2. ഇനി ഡയറക്റ്റ് ഇൻവേഴ്സ് എടുക്കാനല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. ഡയറക്റ്റ് ഇൻവേഴ്സ് എടുക്കാനല്ല പറഞ്ഞേക്കുന്നത്. ഈ റിയൽ പാർട്ട് ഓഫ് S ഗ്രേറ്റർ ദാൻ -1 ആ ROC കണ്ടീഷൻ ഉള്ള ഇൻവേഴ്സ് ആണ്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആണ് എഴുതേണ്ടത്. ഇവിടെ നമുക്ക് 2 പോൾസ് ആണ്, -1 -2. അപ്പൊ നമുക്ക് തന്നേക്കുന്ന ROC എന്ന് പറയുന്നത് നമ്മളിവിടെ J⍵, ഇത് സിഗ്മ. റിയൽ പാർട്ട് ഓഫ് S എന്ന് പറഞ്ഞാൽ സിഗ്മ ആണല്ലോ. സിഗ്മ ഗ്രേറ്റർ ദാൻ -1. നമ്മുടെ പോൾ ഏതൊക്കെയാണ്? -1 2 ആണ്. അത് രണ്ടും മാർക്ക് ചെയ്യുക. ഡിനോമിനേറ്റർ ഈക്വൽ ടു 0, പോൾസ് കിട്ടും. -1 2. നമുക്ക് തന്നേക്കുന്ന ROC സിഗ്മ ഗ്രേറ്റർ ദാൻ -1 ആണ്. അപ്പൊ നമ്മൾ ROC വരച്ച് നോക്കും. സിഗ്മ ഗ്രേറ്റർ ദാൻ -1 ഇങ്ങനെ പാരലൽ ലൈൻസ് ആയിട്ട് വരയ്ക്കുക. ഈ സിഗ്മ ഗ്രേറ്റർ ദാൻ -1 നോക്കി ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. നമ്മളിത് കോസൽ ആണോ, ഈ പോൾസ് എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും. സോ അത് നമ്മൾ ഇവിടുന്ന് ഐഡന്റിഫൈ ചെയ്യണം. സോ ഈ പോള് -1 എന്ന് പറയുന്ന പോള് ലെഫ്റ്റ് മോസ്റ്റ് സൈഡ് ഓഫ് ദ ROC, അല്ലെങ്കിൽ ROC ലെഫ്റ്റ് സൈഡിലാണ് നിൽക്കുന്നത് അല്ലെ. ROC ലൈസ്, നമ്മുടെ ROCയുടെ ലൊക്കേഷൻ ഉണ്ടോ -1 നിന്ന് വലത്തോട്ടാണ്. അപ്പൊ ROCയുടെ ലെഫ്റ്റ് മോസ്റ്റ് പോളാണ് ഈ -1 എന്ന് പറയുന്നത്. അപ്പൊ ആ സിസ്റ്റം കോസലായിരിക്കും. അപ്പൊ ROC -1 നിന്ന് റൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ആ ROCയുടെ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് പോളാണ് നമ്മുടെ -1. അപ്പൊ ഈ -1 എന്ന് പറയുന്ന ഈ കമ്പോണന്റ് കോസലായിരിക്കും. ഓക്കെ, ഈ കമ്പോണന്റ് കോസലായിരിക്കും. ഇനി ഇത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ROCയുടെ വലതുവശത്താണ് നിൽക്കുന്നത്. അപ്പൊ ഇത് ആന്റി കോസൽ വരും. അത് റൈറ്റ് സൈഡിലാണ്. അപ്പൊ ലെഫ്റ്റ് മോസ്റ്റ് പോളായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ കോസൽ കമ്പോണന്റ്, മറ്റേത് ആന്റി കോസലുമാണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇൻവേഴ്സ് എടുക്കാൻ പോവാണ്. ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് വേണം ഇൻവേഴ്സ് എടുക്കാൻ. സോ 2 ഇൻറ്റു ഇത് കോസലാണ്. സോ കോസൽ എന്ന് പറയുമ്പോൾ നോർമലി എഴുതാം 1 ബൈ S പ്ലസ് എയുടെ എന്താണ് e−at u(t) അല്ലേ. ഇവിടെ 1 ആയാലും e−t u(t) 2 ഉണ്ട്, അങ്ങനെ എഴുതി. ദെൻ അടുത്തത് ആന്റി കോസൽ ആണെങ്കിൽ നമ്മൾ ഒരു -1 ഇവിടെ ഓൾറെഡി ഉണ്ട്, ഒരു മൈനസ് എക്സ്ട്രാ ഇടണം. അപ്പൊ അത് പ്ലസ് ആവും. +1 ഇൻറ്റു e−2t u(t) എന്ന് എഴുതുന്നതിന് പകരം ആന്റി കോസൽ ആയതുകൊണ്ട് u(−t) എക്സ്ട്രാ മൈനസും u(t) മാറ്റി u(−t). അപ്പൊ ഇതാണ് ആൻസർ. അപ്പൊ കറസ്പോണ്ടിങ് ROC വെച്ചിട്ട് വേണം, ഇതാണ് ROC, ആ ROCക്ക് ഉള്ള ആൻസർ വേണം കണ്ടുപിടിക്കാൻ. സിഗ്മ ഗ്രേറ്റർ ദാൻ -1. ഇങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ഡയറക്റ്റ് ഇൻവേഴ്സ് എടുക്കരുത്, തന്നേക്കുന്ന ROC കണ്ടീഷൻ വെച്ചിട്ട് വേണം ഇൻവേഴ്സ് എടുക്കാൻ. അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ ജസ്റ്റ് പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. 3, 4, 5 ഡിസ്കസ് ചെയ്തു. 6th ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പറയാം.
സിക്സ്ത് ക്വസ്റ്റ്യൻ ഇതാണ്. സ്റ്റേറ്റ് എനി പ്രോപ്പർട്ടീസ് ഓഫ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് എനി പ്രോപ്പർട്ടീസ് ഓഫ് ആർ ഒ സി. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആർ ഒ സിയുടെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാനത് ഡിസ്കസ് ചെയ്യുവാണ്. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ തിയറി ആയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആർ ഒ സിയുടെ ഡിസഡ്വാൻറ്റേജ് പ്രോപ്പർട്ടീസ്. ഇത് നമ്മൾ കോസാലിറ്റി സ്റ്റെബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആർ ഒ സി ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പോൾസ്. ആർ ഒ സി എന്ന് പറയുന്ന ഒരു സർക്കിൾ ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് 2 പോയിന്റ്സ് എഴുതാം. പിന്നെ ഇഫ് ആർ ഒ സി ലൈസ്, ഇഫ് എ യൂണിറ്റ് സർക്കിൾ ലൈസ് ഇൻസൈഡ് ആൻ ആർ ഒ സി, ആ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. അങ്ങനെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കോസാലിറ്റി സ്റ്റെബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ, സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുന്നത് ഒരു യൂണിറ്റ് സർക്കിൾ ആർ ഒ സി എൻക്ലോസ് ചെയ്യുവാണെങ്കിൽ അത് സ്റ്റേബിൾ സിസ്റ്റം ആയിരിക്കും. അപ്പൊ അതൊരു പ്രോപ്പർട്ടിയാണ്. ദെൻ ഇഫ് ആർ ഒ സി ലൈസ് ഇൻസൈഡ് ദ ഇന്നർമോസ്റ്റ് പോൾ, അപ്പോ ആർ ഒ സി എന്ന് പറയുന്നത് ഇന്നർമോസ്റ്റ് പോളിനകത്താണെങ്കിൽ നമ്മളത് ആന്റി കോസൽ സിഗ്നൽ എന്നൊക്കെ പഠിച്ചു. ഇഫ് ആർ ഒ സി ലൈസ് ഔട്ട്സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോൾ ആണെങ്കിൽ അത് കോസൽ സിസ്റ്റം എന്ന് പഠിച്ചു. അപ്പൊ അങ്ങനെ കുറെ പ്രോപ്പർട്ടീസ് നമ്മൾ തിയറി ആയിട്ട് നോക്കി വെക്കണം. അപ്പൊ അതുകൂടെ പഠിക്കണം. അത് ലാപ്ലാസിനുണ്ട് ഇതുപോലെ ആർ ഒ സിയുടെ പ്രോപ്പർട്ടീസ്. സോ അതും പഠിക്കണം. ഓക്കെ, നമുക്ക് ലാസ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ നമുക്ക് ഇതാണ് ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പോസൽ ആണോ, ചെക്ക് വെദർ ദ സിസ്റ്റം ഈസ് പോസൽ ഓർ സ്റ്റേബിൾ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമ്മൾ ഇൻവേഴ്സ് എടുക്കണം. എച്ച് ഓഫ് ഇസഡ് തന്നിട്ടുണ്ട് 2 മൈനസ് 5/2 ഇസഡ് റേസ് ടു -1 ബൈ 1 മൈനസ് 5/2 ഇസഡ് റേസ് ടു -1 പ്ലസ് ഇസഡ് റേസ് ടു -2. അവിടെ മോഡ് ഇസഡ് തന്നിട്ടുണ്ട്. ഇവിടെ അതിന് ആർ ഒ സി കൺസിഡർ ചെയ്ത് വേണം ചെയ്യാൻ. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഈ പവറിനെ എല്ലാം പോസിറ്റീവ് പവറാണ്. ഇപ്പോഴും ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നേരത്തെ ആദ്യം ചെയ്യുന്നതാണ്. അപ്പൊ അതിന് ഡിനോമിനേറ്റർ നോക്കുക. അതിന്റെ ഹയസ്റ്റ് ഡിലേ എന്ന് പറയുന്നത് ഇസഡ് റേസ് ടു -1. അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ ഇസഡ് റേസ് ടു -2 കോൺജുഗേറ്റ് ഇസഡ് സ്ക്വയർ ആണ്. ഇസഡ് സ്ക്വയർ കൊണ്ട് താഴെയും മേളിലും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്താ വരുന്നത്, 2 ഇസഡ് സ്ക്വയർ മൈനസ് 5/2 ഇസഡ്. ഓക്കെ, ബൈ 1 ഇവിടെ ചെയ്യുമ്പോൾ ഇസഡ് സ്ക്വയർ മൈനസ് 5/2 ഇസഡ് പ്ലസ് 1 എന്ന് കിട്ടും. എന്നിട്ട് ഇതാണ് എച്ച് ഓഫ് ഇസഡ്. ദെൻ ഇവിടെ നമ്മൾ എച്ച് ഓഫ് ഇസഡ്, ഇവിടെ നമുക്ക് ഇവിടെ ഇസഡ് ഉണ്ട്, ഇവിടെ ഇസഡ്. ഒരു ഇസഡിന് ഇങ്ങോട്ട് പുറത്തോട്ട് എടുക്കണം. നമ്മൾ എപ്പോഴും ഇൻവേഴ്സ് എടുക്കാൻ നേരത്തെ ഒരു ഇസഡിന് ഇങ്ങോട്ട് എടുക്കുമല്ലോ. സപ്പോസ് അവിടെ എടുക്കാൻ ഇസഡ് ഇല്ലെങ്കിൽ നമ്മളോട് ഇസഡിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു പറഞ്ഞിട്ടുള്ള താഴെ ഒരു ഇസഡിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എടുക്കും. എന്തായാലും ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് 2 ഇസഡ് മൈനസ് 5/2 ന്യൂമറേറ്ററിൽ വരും ബൈ ഇസഡ് സ്ക്വയർ മൈനസ് 5/2 ഇസഡ് പ്ലസ് 1 എന്ന് ഡിനോമിനേറ്ററിലും വരും. ഓക്കെ, ഇനി നമ്മൾ എയും ബിയും വെച്ചിട്ട് നമ്മൾ ചെയ്യുവാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ 2 ഇസഡ് മൈനസ് 5/2 ബൈ, ഇതിനെ നമ്മൾ കാൽക്കുലേറ്റർ ഇതിന്റെ റൂട്ട്സ് എല്ലാം കണ്ടുപിടിക്കാം. സോ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇസഡ് മൈനസ് 1/2 ഇൻറ്റു ഇസഡ് -2, ഇങ്ങനെയാണ് നമുക്ക് റൂട്ട്സ് കിട്ടുന്നത്. ഇത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, റൂട്ട്സ് ഇങ്ങനെ കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac അത് വെച്ചിട്ടും ചെയ്യാം. അതെല്ലാം കാൽക്കുലേറ്റർ ചെയ്താൽ നമുക്കിത് കിട്ടുന്നതാണ്. സോ എച്ച് ഓഫ് ഇസഡ് ബൈ ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇതിനെ a ബൈ ഇസഡ് മൈനസ് 1/2 പ്ലസ് b ബൈ ഇസഡ് -2 ഇത് ചെയ്യണം. അപ്പൊ a എന്താണ്, ഇസഡ് മൈനസ് 1/2 ഡിനോമിനേറ്റർ ഇൻറ്റു ദ ഹോൾ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് എടുക്കേണ്ടത്. 2 ഇസഡ് മൈനസ് 5/2 ബൈ ഇസഡ് മൈനസ് 1/2 ഇൻറ്റു ഇസഡ് -2 അറ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു 1/2. സോ അത് ക്യാൻസൽ ചെയ്യാം. സോ ഇസഡിന് 1/2 എന്ന് കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 1/2 1 മൈനസ് 5/2 ഡിവൈഡഡ് ബൈ 1/2 മൈനസ്. സോ ഇവിടെ ചെയ്യുമ്പോൾ 2 മൈനസ് 5/2 മൈനസ് 3/2 ഡിവൈഡഡ് ബൈ മൈനസ് 3/2 1 എന്ന് കിട്ടും. സോ സിമിലർലി ബി ചെയ്യുക. ഇസഡ് മൈനസ് 2 ഇൻറ്റു ദ ഹോൾ ഫംഗ്ഷൻ 2 ഇസഡ് മൈനസ് 5/2 ബൈ ഇസഡ് മൈനസ് 1/2
ഇൻറ്റു ഇസഡ് മൈനസ് 2 അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് കട്ട് ചെയ്യാം. ഇസഡിന് 2 എന്ന് കൊടുക്കുമ്പോൾ 4 മൈനസ് 5/2 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1/2. അപ്പോൾ നമുക്കിവിടെ 8 മൈനസ് 5/2 3/2 ബൈ 4 മൈനസ് 1 3/2 ഇക്വൽ ടു 1 ഉണ്ട്. അപ്പോൾ എയും ബിയും 1 ആണ് കിട്ടുന്നത്. സോ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ നമ്മൾ ചെക്ക് ചെയ്യണം. h of z by z is equal to that is 1 by z minus 1/2 plus 1 by z minus 2. എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചേക്കുന്ന ഇസഡിനെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. സോ h of z is equal to z by z minus 1/2 plus z by z minus 2 ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് തന്നേക്കുന്ന ROCയിലോട്ട് നോക്കുക. നമുക്ക് മോഡ് z ഗ്രേറ്റർ ദാൻ 2 തന്നിട്ടുണ്ട്. സോ നമ്മുടെ പോൾസ് വെച്ചിട്ടാണ് നമുക്ക് ROC തരുന്നത്. സോ മോഡ് z ഇവൺ മോഡ് z ഗ്രേറ്റർ ദാൻ 2. അപ്പൊ ആ മോഡ് z ഗ്രേറ്റർ ദാൻ 2ന്റെ ആ ഒരു ഡയഗ്രം ഒന്ന് വരയ്ക്കുക. So this is imaginary part of z and this is real part of z. So ആദ്യം 1/2 റേഡിയസ് ഉള്ള സർക്കിൾ വരച്ചു. നെക്സ്റ്റ് 2 റേഡിയസ് ഉള്ള സർക്കിൾ വരച്ചു. സോ 2 റേഡിയസ് ഉള്ള സർക്കിൾ വരച്ചു. ദെൻ മോഡ് z ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുമ്പോൾ ഈ ഔട്ടർ പാർട്ടാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നത്. സോ എൻ്റെ h of n എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നോക്കി, മോഡ് z ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞ എന്താണ്? ഈ ഇവിടെ ROC ലൈസ് നമ്മുടെ പ്രോപ്പർട്ടി ഇതാണ്. ROC ലൈസ് ഔട്ട്സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോർട്ട്. ROC എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് പോർട്ട് വെളിയിലാണെങ്കിൽ നമ്മുടെ സിസ്റ്റം കോസലായിരിക്കും. രണ്ട് കമ്പോണൻസ് 1/2 എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന രണ്ട് പോൾസിന്റെ സിഗ്നൽ കമ്പോണന്റും കോസലായിരിക്കും. ഇതൊരു പ്രോപ്പർട്ടിയാണ്, നേരത്തെ ചോദിച്ച പ്രോപ്പർട്ടിക്ക് ഒരെണ്ണമാണ്, കോസലായിരിക്കും. സോ നമ്മൾ കോസലാണെങ്കിൽ നമുക്ക് h of n എഴുതാൻ അറിയാം. h of n എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് എഴുതുന്നത് z by z minus എന്ന് വെച്ചാൽ a raised to n u of n. സോ 1/2n u of n പ്ലസ് അടുത്തത് 2 raised to n a raised to n u of n. രണ്ടും കോസൽ കമ്പോണന്റ് ആയതുകൊണ്ടാണ്, പ്രോപ്പർട്ടി വെച്ചിട്ടാണ് അത്. സോ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ കോസലാണ്. അതുപോലെ തന്നെ ഇൻവേഴ്സ് h of n നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ അത് കോസൽ സിസ്റ്റം ആണെന്ന് മനസ്സിലായി. ഇതാണ് ചോദ്യം. കോസൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കോസൽ ആണ്. ദെൻ അതുപോലെ സ്റ്റേബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേബിലിറ്റി ചെക്ക് ചെയ്യുന്നത് പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. ഇവിടെ ഒരു 1 റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കുക. ഈ 1 റേഡിയസ് ഉള്ള സർക്കിള് ROC ടച്ച് ചെയ്യുന്നില്ല. ROC പുറത്തൂടെ വരുന്നുള്ളൂ. സോ ഹിയർ നമുക്ക് പറയാം യൂണിറ്റ് സർക്കിൾ, ഇത് ROCയുടെ പ്രോപ്പർട്ടിയാണ്, ഡസ് നോട്ട് ടച്ചസ് ROC. സോ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. ഈ സിസ്റ്റം അൺസ്റ്റേബിൾ ആയിരിക്കും. കോസലുമാണ്, അൺസ്റ്റേബിൾ ആണ്. യൂണിറ്റ് സർക്കിളിൽ ടച്ച് ചെയ്ത് പോയാൽ അത് സ്റ്റേബിൾ ആണ്. അപ്പൊ ഈ രീതിയിലാണ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ തന്നെ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പിക്കാം. ഒന്ന്, ലാപ്ലാസിന്റെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കാണും. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. DTFSന്റെ വാല്യൂ, DTFSന്റെ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുന്നത് ഉറപ്പായിട്ടും കാണും. പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ പ്രോപ്പർട്ടീസ് ഓഫ് ROC ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു നല്ലൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ആൻഡ് ROC. ഇവിടെ നമുക്ക് ഇസഡ് ട്രാൻസ്ഫോമിനകത്ത് റിലേഷൻ ബിറ്റ്വീൻ DTFT ആൻഡ് ഇസഡ് ട്രാൻസ്ഫോം, അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് DTFT, ഇതൊക്കെ ഇവിടെ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇസഡ് ട്രാൻസ്ഫോമിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ പ്രൂഫ് വേണ്ട, DTFTയുടെ പ്രൂഫ് വേണം. സോ അങ്ങനെ റിലേഷൻ ചോദിക്കാം. അതുപോലെ നമുക്ക് സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് CTFTയും ലാപ്ലാസും തമ്മിലുള്ള റിലേഷൻ,
ഇത് പഠിക്കുമ്പോൾ തന്നെ അതിനകത്ത് ROC എന്താ നമ്മളെ തന്നെ പഠിക്കുന്നുണ്ട്. സോ വാട്ട് ഈസ് ROC എന്ന് ചോദിച്ചാൽ ആ റിലേഷൻ എന്നാണ് അത് എഴുതുന്നത്. സോ അങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക പാർട്ട് എ ക്വസ്റ്റ്യൻസ്. ഇനി പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.